കുഞ്ഞുമക്കൾക്ക് ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും അതിൽ വിഷാംശം ഉണ്ടോ അല്ലെങ്കിൽ കീടനാശിനികൾ തളിച്ചതായിരിക്കും, അത് അവരുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതെല്ലാം സേഫ് ആവണം എന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചില വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ടെറസിൽ ഒരിത്തിരി സെൻറ്റ്, ഒരു 3 സെൻറ്റിൽ 4 സെൻറ്റിലൊക്കെ ഇതേപോലെ ഫ്രൂട്ട്സിൻ്റെ തൈകൾ നട്ട് പിടിപ്പിച്ച് അതിൽ നിന്ന് കായ്ഫലം കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ വീട്ടിലെ ഭക്ഷണ കാര്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒത്തിരി പേരെ നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ മുന്നോടി എന്നോണം നമുക്കിഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് തൈകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അതിൽ കായ്ഫലം ഇപ്പോഴും ഒത്തിരി വൈകി, മുന്നേ ചെയ്ത് ഇപ്പോൾ കായ്ഫലം എടുക്കേണ്ട സമയമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധി തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് നോക്കിയിട്ടൊരു സപ്പോട്ട നടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചാണ് കേട്ടോ. നഴ്സറി പോയപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ കുഴിയൊക്കെ കുഴിച്ചു, ഏട്ടൻ കുഴിയെടുത്ത് തന്നു. എല്ലുപൊടി കുറച്ച് ഇങ്ങനെ വിതറിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്കുണ്ട്, വേരുകൾക്ക് കീടബാധയൊന്നും ഉണ്ടാകാതിരിക്കാനും നല്ലൊരു വളമാണ് വേപ്പിൻ പിണ്ണാക്ക് കേട്ടോ. അപ്പോൾ 2 പിടി വേപ്പിൻ പിണ്ണാക്കും ഇടുകയാണ് കേട്ടോ. നമ്മൾ ഈ ചെടി നമ്മൾ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാഞ്ഞിക്കുളത്തെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ചാണകപ്പൊടിയാണ് ഇടുന്നത്. ചാണകപ്പൊടി അറിയാലോ, നല്ലൊരു ജൈവ വളങ്ങളിൽ ഒന്നാണ്. അപ്പോൾ നമ്മൾ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം ഒരു 2 ഫീറ്റൊക്കെ ഉള്ള ചെടിയാണ് കേട്ടോ നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ഗ്രോത്ത് ഉള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ വളം വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി മഴയല്ലേ വരുന്നത്. അപ്പോൾ മഴ സമയത്ത് അത് നന്നായിട്ട് പെട്ടെന്ന് കയറി വന്നോളും. അപ്പോൾ അതിൽ കുറച്ച് മണ്ണും കൂടെ അതിൽ മിക്സ് ചെയ്തു കേട്ടോ. ഡയറക്റ്റ് വളത്തിലോട്ട് വേര് വെക്കണ്ട എന്നുള്ളത് കൊണ്ട് കണ്ടോ, ചെടി നല്ല ഹെൽത്തിയാണ്. ഇത് വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കൂടെയുള്ള തൈകളിലൊക്കെ കായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞ കായില്ലാത്ത തൈ കൊണ്ടുപോയി വെക്കുന്നതാണ്, അതാണ് ഒന്നും കൂടെ ഹെൽത്തി എന്ന് പറഞ്ഞു. ഇതും പെട്ടെന്ന് കായ്ക്കുന്നതാണ് പറഞ്ഞത്. ഇത് ബഡ് തൈയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കവർ ഇങ്ങനെ മെല്ലെ പൊട്ടിച്ചു. ഇത് രാവിലെ വെള്ളം നനയ്ക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അത് കണ്ടോ നല്ല ഈസി ആയിട്ട് വന്നു. കണ്ടോ, രാവിലെ വെള്ളം നനച്ചായിരുന്നെങ്കിൽ അത് പെട്ടെന്ന് വെയിലിൽ നിന്ന് മണ്ണൊക്കെ അടർന്ന് വീണായിരുന്നു. പക്ഷേ ഇത് നനയ്ക്കാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ. കണ്ടോ, നിറയെ വേരുകൾ വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കണ്ടോ, തിങ്ങി ഞെരുങ്ങി വേരുകൾ. അപ്പോൾ ഇനി മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മണ്ണുമായിട്ട് പിടിക്കും. അല്ലാണ്ട് ബഡ് ചെയ്ത ഭാഗമാണ് കേട്ടോ അത് കാണുന്നത്. നാടൻ തൈയിൽ നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ബഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. എപ്പോഴും ബഡ് ചെയ്തതാണ് ഏറ്റവും നല്ലതെന്ന് പറയണത്. എന്താണെന്ന് വെച്ചാൽ ബഡ് നമ്മുടെ നാടൻ തൈകൾക്ക് ഒന്നും കൂടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഹൈബ്രിഡിന് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നാടനായിരിക്കുമല്ലോ താഴെ കടയിലുണ്ടാവുക. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് വരില്ല. അപ്പോൾ ഞാൻ താഴേക്ക് വെച്ച് കൊടുത്തിട്ട് മണ്ണിടുകയാണ് കേട്ടോ. നല്ലൊരു ഹെൽത്തി സപ്പോർട്ടയാണ് കേട്ടോ. സപ്പോർട്ട നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ടാവാൻ, ശരീരത്തിൽ ബ്ലഡ് രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാട്ടോ. നമ്മൾ കടകളിൽ പോയി വാങ്ങുവാണെങ്കിലും മറ്റ് ഫ്രൂട്ട്സിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് റേറ്റ് നല്ല കുറവായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രഷായിട്ട് പറിച്ചാൽ നല്ലതല്ലേ അല്ലേ. അപ്പോൾ ഏട്ടൻ മണ്ണൊക്കെ ഇട്ട് മൂടിയിട്ട് അതിനൊരു തടം പോലെ എടുക്കുവാണ് കേട്ടോ. കണ്ടോ, മോളും മോനും ഒക്കെ കൂടെ ഉണ്ട്. തടമെടുത്ത മഴ പെയ്യുന്ന സമയത്ത് വെള്ളം അങ്ങനെ അവിടെ നിന്നോളും എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വളമൊക്കെ ഇടുന്നെങ്കിലൊക്കെ നല്ല ഈസി ആയിട്ട് ഇടാം. നമ്മൾ നമ്മുടെ പാഷനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ നല്ല കാര്യം കേട്ടോ. അങ്ങനെ ഒരു ഏട്ടനെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു, കാരണം ഇപ്പോൾ അവിടെ നല്ല വെയിലാണ്, മഴ എന്ന് പെയ്യുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇലയിൽ കൂടെയൊക്കെ തളിച്ച് കൊടുത്തിട്ട് ബാക്കി വെള്ളം താഴെ ഒഴിച്ച് കണ്ടോ. ഇനി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി വരും കേട്ടോ. നമ്മൾ വളമൊക്കെ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്, എന്നാലും ഇടയ്ക്കൊക്കെ വളം ഇട്ട് കൊടുക്കണം കേട്ടോ. ഗ്രോത്തൊക്കെ കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ വളം ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനിയും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെയും ബൈ. മരം നടൂ, പ്രകൃതിനെ സംരക്ഷിക്കൂ.